നമ്മൾ എല്ലാവരും ഒരുപോലെ ആസ്വദിച്ച ഒരു സീരിയലായിരുന്നു സാന്ത്വനം സീരിയൽ. സാന്ത്വനം സീരിയലിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പുതിയ സാന്ത്വനമല്ല, നമ്മുടെ പഴയ സാന്ത്വനത്തിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ റിവ്യൂവിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമേ തന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തേക്കൂ. അപ്പോൾ നമുക്ക് നേരെ റിവ്യൂവിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ പൂജാമുറിയിൽ കാണിച്ചിട്ടാണ്, ശ്രീകൃഷ്ണ വിഗ്രഹം കാണിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ നായികയായ ദേവി ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ നോക്കി പ്രാർത്ഥിക്കുകയാണ്. നിലവിളക്ക് കത്തിച്ചതിന് ശേഷം പൂജാമുറിയിൽ പ്രാർത്ഥിക്കുകയാണ്. അതിനുശേഷം നേരെ പാൽക്കാരൻ പാല് കൊണ്ടുവരികയാണ്. മണി എന്നാണ് നമ്മുടെ പാൽക്കാരൻ്റെ പേര്. പുള്ളിക്കാരൻ പാല് ഒരു സൈക്കിളിൽ കൊണ്ടുവരികയാണ്. എന്നിട്ട് പുള്ളിക്കാരൻ ബെല്ലടിക്കുകയാണ്. അപ്പോൾ ആ ഒരു ശബ്ദം കേട്ടിട്ട് നമ്മുടെ ദേവി പിന്നാമ്പുറത്തെ വാതിൽ തുറന്ന് പാല് വാങ്ങിക്കാനുള്ള പാത്രവുമായിട്ട് ഇറങ്ങി ചെല്ലുകയാണ്. അപ്പോൾ പുള്ളിക്കാരൻ പറയാണ്, ഇന്നലെ ദേവിയൊക്കെ എവിടെ പോകണമെന്ന് പറഞ്ഞിരുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ദേവി പറയാണ്, എൻ്റെ അമ്മയുടെ ഷഷ്ടിപൂർത്തിയാണ്, അതിനാണ് പോകുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ മണിയണ്ണൻ ചോദിക്കുകയാണ്, കഷ്ടിപൂർത്തിയോ, അതെന്താ അക്ക എന്നിങ്ങനെ ചോദിക്കുമ്പോൾ കഷ്ടിപൂർത്തിയല്ല മണി, ഷഷ്ടിപൂർത്തിയാണ്. ഷഷ്ടിപൂർത്തി എന്ന് വെച്ചാൽ 60ാം പിറന്നാളാണ് എന്നിങ്ങനെ ദേവി പറഞ്ഞു കൊടുക്കുകയാണ്. എല്ലാവരും പോകണുണ്ടോ അക്ക എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും പോകുന്നുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ മണി പാല് കൊടുക്കുകയാണ്. ആ പാല് കൊണ്ടുപോയി നമ്മുടെ ദേവി നേരെ അടുക്കളയിലേക്ക് പോകാനായിട്ട് തുടങ്ങുമ്പോൾ കാണിക്കുന്നത് ഹോളാണ്. ഹോളിൽ എല്ലാവരും ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ്. 3 അനുജന്മാരാണ് നമ്മുടെ ദേവിക്കുള്ളത്. മൂത്തയാൾ ഹരികൃഷ്ണൻ, രണ്ടാമത്തെ ആൾ ശിവരാമകൃഷ്ണൻ, മൂന്നാമത്തെ ആൾ മുരളീകൃഷ്ണൻ. ഈ 3 അനുജന്മാരും കൂടി ഇങ്ങനെ വീട്ടിൻ്റെ ഹോളിൽ ഇങ്ങനെ നിരന്ന് നിലത്ത് പാവിരിച്ച് കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുന്നത് നമ്മുടെ ദേവി കാണുന്നത്. അങ്ങനെ ദേവി നേരെ ചെന്ന് മൂത്തയാളായ ഹരികൃഷ്ണനെ തട്ടി വിളിക്കുകയാണ്. ഹരി എഴുന്നേക്ക്, ഹരികൃഷ്ണ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അപ്പോൾ ഹരികൃഷ്ണൻ ഇങ്ങനെ മെല്ലെ കണ്ണ് തുറന്നിട്ട്, എന്താ ഏട്ടത്തി, ഏട്ടത്തി ഉണർന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ദേവി പറയണം, എഴുന്നേക്ക്, നേരം പുലർന്നു, വേഗം പോയി റെഡിയായി വയലിൻ പ്രാക്ടീസ് ചെയ്യുക എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ ദേവി. അപ്പോൾ തന്നെ നമ്മുടെ അനുസരണയുള്ള കുട്ടിയെ പോലെ നമ്മുടെ ഹരി എണീക്കുകയാണ്. അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് എഴുന്നേൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ ദേവി ചോദിക്കുകയാണ്, എടാ പോത്ത് പോലെ വളർന്നില്ലേ, നിനക്ക് മുറിക്കകത്ത് കിടന്ന് ഉറങ്ങിക്കൂടെ, എന്തിനാ ഈ ഹാളിൽ വന്ന് കിടക്കുന്നത് എന്ന് പറയുമ്പോൾ, ഹാളിൽ വന്ന് കിടക്കുന്നതുകൊണ്ടല്ലേ ഏട്ടത്തി എന്നും കണി കണ്ട് ഉണരാൻ പറ്റുന്നത്, അതുകൊണ്ടല്ലേ ഏട്ടത്തി എന്നെ വന്ന് വിളിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ഹരികൃഷ്ണൻ പറയുകയാണ്. അതിനുശേഷം ഹരികൃഷ്ണൻ എഴുന്നേറ്റ് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ദേവി നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ശിവരാമകൃഷ്ണൻ്റെ ദേഹത്തേക്ക്, ശിവൻ എന്നാണ് വിളിക്കുന്നത്, ആ പുള്ളിക്കാരൻ്റെ ദേഹത്തേക്ക് കാലും കയ്യും എടുത്തിട്ടിട്ട് നമ്മുടെ മുരളീകൃഷ്ണൻ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുകയാണ്. മുരളീകൃഷ്ണനെ വീട്ടിൽ എല്ലാവരും സ്നേഹത്തോടെ കണ്ണൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ കണ്ണൻ ഇങ്ങനെ കിടക്കുന്നത് നമ്മുടെ ദേവി ഇങ്ങനെ നോക്കുകയാണ്. നോക്കിയിട്ട് ദേവി പറയാണ്, ഇത്രയും കാള പോലെ വളർന്നെങ്കിലും കാലും കൈയും ആരെങ്കിലും ദേഹത്തെടുത്തിടാതെ ഇവൻ ഉറക്കം വരില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അടുത്തേക്ക് ചെല്ലുകയാണ്. അടുത്ത് ചെന്നിട്ട് നമ്മുടെ കണ്ണനെ തട്ടി വിളിക്കുകയാണ്, ഇടാ കണ്ണാ, എടാ കാലെടുത്ത് മാറ്റിടാ കണ്ണാ, എടാ ചെക്കാ, നീ ഇത്രയും വളർന്നില്ലേ, എന്നാലും നിനക്ക് ആരെങ്കിലും ദേഹത്ത് കാലെടുത്ത് ഇട്ടിട്ടേ കിടക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുകയാണ്. കണ്ണൻ എവിടെ ഉണരാനാണ്, കണ്ണൻ നല്ല ഉറക്കമാണ്. അങ്ങനെ നമ്മുടെ ദേവി കയ്യിലിരിക്കുന്ന പാൽപാത്രം അങ്ങോട്ടേക്ക് മാറ്റി വെക്കുകയാണ്. അതിനുശേഷം മെല്ലെ കണ്ണൻ്റെ കൈയും കാലും ഒക്കെ എടുത്ത് മാറ്റുകയാണ്. അപ്പോഴത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ ശിവൻ ഉറക്കം എണീക്കുകയാണ്. കണ്ണ് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ദേവിയെ കാണുമ്പോഴത്തേക്ക് ഗുഡ് മോർണിംഗ് ഏട്ടത്തി എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഏട്ടത്തി തിരിച്ചും ഗുഡ് മോർണിംഗ് പറയുകയാണ്. അപ്പോൾ ശിവൻ പറയാണ്, നേരം ഒത്തിരി വെളുത്തോ ഏട്ടത്തി എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, ഇല്ലടാ ശിവ എന്ന് പറയണം. ദേ ഇപ്പോൾ എഴുന്നേക്കാ ഏട്ടത്തി എന്ന് പറഞ്ഞ് നമ്മുടെ ശിവൻ ചാടി പറിച്ച് എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് അപ്പോൾ ദേവി പറയണം, എടാ ശിവ, ഞാൻ പെട്ടെന്ന് ചായ റെഡിയാക്കി കൊണ്ട് തരാം, നീ പെട്ടെന്ന് പോയി പല്ല് തേച്ചിട്ട് വാ എന്നിങ്ങനെ ശിവനോട് പറയുകയാണ്. അപ്പോൾ ശിവൻ പറയണേ, ഏട്ടത്തി ചായ എടുക്കുമ്പോഴത്തേക്ക് ഞാൻ പോയി പുഴയിൽ പോയി മുങ്ങി കുളിച്ചിട്ട് വരാം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ശിവൻ നേരെ ടവലൊക്കെ എടുക്കാനായിട്ട് മുറിക്കുള്ളിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ദേവി കണ്ണനെ തട്ടി വിളിക്കുകയാണ്, എടാ കണ്ണാ എഴുന്നേക്ക്, നേരം വെളുത്തു, എണീറ്റ് പോയി പല്ലും മുഖമൊക്കെ കഴുകിയിട്ട് പോയി പഠിക്കാൻ നോക്ക്, എന്തെങ്കിലും എടുത്ത് വെച്ച് പഠിക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ കണ്ണ് തുറന്ന് നോക്കുകയാണ്. നോക്കിയിട്ട് ഏട്ടത്തിക്ക് ഗുഡ് മോർണിംഗ് ഒക്കെ പറയുകയാണ്. തിരിച്ച് ഏട്ടത്തിയും പറയുകയാണ്. അപ്പോൾ നമ്മുടെ കണ്ണൻ പറയുകയാണ്, ഏട്ടത്തി ഞാൻ കുറച്ച് നേരം കൂടി കിടന്ന് ഉറങ്ങട്ടെ ഏട്ടത്തി, എന്താ ഏട്ടത്തി എന്നെ ഇത്തിരി ഉറങ്ങാൻ സമ്മതിക്കില്ലേ ഏട്ടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കണ്ണൻ കെഞ്ചാണ്. അപ്പോൾ നമ്മുടെ ദേവി പറയണം, മതിയുടെ കണ്ണ, ഇത്രയും നേരം കിടന്ന് ഉറങ്ങിയില്ലേ, ഇനി മര്യാദയ്ക്ക് എഴുന്നേറ്റ് പോയി വല്ലതൊക്കെ വായിച്ച് പഠിക്കാൻ നോക്ക് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ശിവൻ അങ്ങോട്ടേക്ക് വരികയാണ്. എന്നിട്ട് ശിവൻ പറയണം, എടാ കണ്ണ, നീ ആ കിടക്കുന്ന പായൊക്കെ ഒന്ന് മടക്കി വച്ചിട്ട് നീ പോയി പല്ല് തേക്കാനോ
പഠിക്കാനോ ഒക്കെ ഇരുന്നാൽ മതി എന്നിങ്ങനെ പറയണം. നിന്നെക്കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു ഗുണം ഉണ്ടാകട്ടെടാ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ കണ്ണൻ പറയണം, എൻ്റെ ശിവേട്ടൻ വെറും 10ാം ക്ലാസ്സും കുസ്തിയല്ലേ, ഞാനേ ഡിഗ്രിക്കാണ് പഠിക്കുന്ന, ഡിഗ്രി സെക്കൻഡ് ഇയറിന് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ കണ്ണനോട് നമ്മുടെ ശിവൻ പറയണം, ഓ നിൻ്റെ ഒരു ഡിഗ്രി സെക്കൻഡ് ഇയർ, നീ ആദ്യം പോയി കഴിഞ്ഞ വർഷം പോയ സബ്ജക്റ്റ് എടുത്ത് സപ്ലി എഴുതി എടുക്കടാ എന്നിങ്ങനെ പറഞ്ഞ് കളിയാക്കുകയാണ് നമ്മുടെ ശിവൻ. അപ്പോഴത്തേക്ക് നമ്മുടെ കണ്ണൻ പറയണം, അതൊക്കെ ഞാൻ എഴുതി എടുത്തോളാം, എന്നെ കളിയാക്കല്ലേ ശിവേട്ട എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ദേവി പറയണം, എടാ മോനെ, കൊടുത്താൽ കൊല്ലത്തും കിട്ടും, നീ എന്തിനാ അവനെ 10ാം ക്ലാസ്സും കുസ്തി എന്ന് പറഞ്ഞത്? അതുകൊണ്ടല്ലേ നിനക്ക് കഴിഞ്ഞ വർഷം നീ പൊട്ടിപ്പോയ വിഷയത്തിൻ്റെ കാര്യം പറഞ്ഞ് അവൻ തിരിച്ച് നിന്നെ കളിയാക്കിയത് എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം നമ്മുടെ ഏട്ടത്തി പറയണം, മോൻ എഴുന്നേറ്റ് പൊയ്ക്കോ, ഞാൻ ഏട്ടത്തി മടക്കി വെച്ചോളാം എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണൻ പറയണം, വേണ്ട അങ്ങനെ ഇപ്പോൾ ആരും മടക്കി വെക്കണ്ട, ഞാൻ മടക്കി വെച്ചോളാം എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ ദേവി നേരെ പാല് കൊണ്ടുപോയി അടുക്കളയിൽ കൊണ്ടുപോയി അടുപ്പ് കത്തിച്ച് അങ്ങനെ നമ്മുടെ ദേവി ചായ ഇടുകയാണ്. അങ്ങനെ നമ്മുടെ ദേവി ഇങ്ങനെ ചായ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഉമ്മറത്ത് അരത്തിണ്ണയിലിരുന്ന് നമ്മുടെ ഹരികൃഷ്ണൻ, ഹരി എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്, പുള്ളിക്കാരൻ വയലിൻ വായിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ദേവി പെട്ടെന്ന് ചായയൊക്കെ സെറ്റാക്കി കപ്പുകളിലേക്ക് പകർന്നു വെക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ശിവനാണെങ്കിൽ കുളിക്കാൻ പോകാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ ദേവി പറയാണ്, ശിവ ഇവിടെ കുളിമുറിയിൽ നിന്ന് കുളിക്കുമോനെ, നീ ഇതെങ്ങോട്ടാ പോവുക? ഏട്ടത്തി ഞാൻ പോയി പുഴയിൽ പോയി മുങ്ങി കുളിക്കാം, എനിക്ക് അതാണ് ഏട്ടത്തി ഏതം വരുന്നത്, എനിക്ക് അതാ ഇഷ്ടം എന്നിങ്ങനെ ശിവൻ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ദേവി പറയാണ്, മോനെ അകത്ത് നിനക്ക് ഷവറിൽ കുളിച്ചാൽ പോരെ ശിവ, ഷവറിൽ കുളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് ഏട്ടത്തിക്ക് അറിയില്ലേ, ദേ വരുന്നു ഏട്ടത്തി, എടാ ദേ ചായ ഒഴിച്ചു, ഏട്ടത്തി ദേ വരുന്നു എന്ന് പറഞ്ഞിട്ട് ശിവൻ ഒറ്റൊരു പോക്ക് പോവുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ദേവി ഒഴിച്ച ചായയും കൊണ്ട് നേരെ ഉമ്മറത്തേക്ക് ചെല്ലുകയാണ്. ഉമ്മറത്തേക്ക് ചെന്നിട്ട് ആ ചായ നമ്മുടെ ഹരിക്ക് കൊടുക്കുകയാണ്. ഹരിക്ക് കൊടുത്തിട്ട് പറയണ്, മോനെ നീ ചായ കുടിക്കുക എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് നമ്മുടെ ദേവി ചോദിക്കണം, ഹരി നീ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണോ നീ വയലിൻ വായിക്കാൻ വന്നിരിക്കുന്നത്? അപ്പോൾ ഹരി പറയാണ്, ഏട്ടത്തി ഞാൻ കുളിക്കാതെ വയലിനെ തൊടില്ല എന്ന് ഏട്ടത്തിക്ക് അറിയില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ദേവി പറയാണ്, ഹരി ഇനി നാളെ തൊട്ട് ഇങ്ങനെ എഴുന്നേറ്റാൽ പോരാ, കുറച്ചുകൂടി നേരത്തെ എഴുന്നേൽക്കണം, അപ്പം നിനക്ക് കുറേ കൂടി സമയമെടുത്ത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം നമ്മുടെ ഹരി പറയാണ്, ഏട്ടൻ എന്നോട് ആ തമ്പി സാറിന് കുറച്ച് പൈസ കൊണ്ടുവന്ന് ചരക്കിറക്കിയ വകയിൽ കൊടുക്കണം എന്ന് പറഞ്ഞു, പക്ഷെ അത് എത്ര രൂപയാണെന്നൊന്നും എനിക്കറിയില്ല, ഏട്ടത്തെ ആ കാശിങ് മേടിച്ച് തരണം, ഞാൻ കൊണ്ടുപോയി കൊടുക്കാം കേട്ടോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ദേവി പറയണം, അതേക്കുറിച്ച് മറന്നുപോയിട്ടായിരിക്കും, ബാലേട്ടൻ എന്നോടൊന്നും പറഞ്ഞില്ല, ഞാൻ ബാലേട്ടനോട് പറഞ്ഞ് ഞാൻ വാങ്ങിച്ചു തരാം, ക്യാഷ് വാങ്ങിച്ചു തരാം, നീ കൊണ്ട് കൊടുത്താൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതിനുശേഷം നമ്മുടെ ദേവി നേരെ ചായയായിട്ട് അമ്മയുടെ മുറിയിലേക്ക് ചെല്ലുകയാണ്. നമ്മുടെ ബാലൻ്റെ അമ്മയാണ്, ലക്ഷ്മി അമ്മ എന്നാണ് അമ്മയുടെ പേര്. അമ്മയ്ക്കാണെങ്കിൽ കാലിന് സ്വാധീനമില്ല, അമ്മ വീൽ ചെയറിലാണ് കഴിയുന്നത്. അപ്പോൾ അമ്മയെ രാവിലെ പ്രഭാത കൃത്യങ്ങൾ തൊട്ട് അമ്മയുടെ ഉറക്കം വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ദേവിയാണ് ചെയ്യുന്നത്. സ്വന്തമായിട്ട് അമ്മയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അമ്മയുടെ 2 കാലിനും സ്വാധീനമില്ല. ഒരു ചക്രക്കസേരയിലാണ് നമ്മുടെ അമ്മയുടെ ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ. അങ്ങനെ നമ്മുടെ ദേവി രാവിലെ എഴുന്നേറ്റിട്ട് നമ്മുടെ ചായയുമായിട്ട് നമ്മുടെ ലക്ഷ്മിയമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എല്ലാവർക്കും ഉള്ള ചായ ട്രാക്കകത്ത് കപ്പുകളിലായിട്ട് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ആ കപ്പും കൊണ്ട് അമ്മയുടെ മുറിയിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് അമ്മയുടെ പങ്ക് ചായ എടുത്തിട്ട് അമ്മയുടെ കയ്യിൽ കൊടുക്കുകയാണ്. അങ്ങനെ അമ്മ പറയാണ്, മോളെ ദേവി, നീ ഇന്ന് നേരത്തെ എണീച്ച് എന്നത്തെയും പോലെ നിൻ്റെ കാര്യങ്ങളെല്ലാം നീ നോക്കിയല്ലോ, പക്ഷേ ഇനി നീ ഇങ്ങനെ കളിച്ച് നിന്നിട്ട് കാര്യമില്ല, നിൻ്റെ അമ്മയുടെ ഷഷ്ടിപൂർത്തിയല്ലേ ഇന്ന്, അതുകൊണ്ട് എന്നത്തെയും പോലെ താങ്ങി തൂങ്ങി നിന്ന് വീട്ടിലെ എല്ലാ ജോലിയും ചെയ്തിട്ട് സമയം വേസ്റ്റ് ആക്കാനൊന്നും നിൽക്കണ്ട, എത്രയും പെട്ടെന്ന് നീ ബാലൻ്റെ കൂടെ പോവാൻ നോക്ക് എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ദേവി പറയാണ്, അമ്മേ പോവാം അമ്മേ, അങ്ങനെ ഞാൻ ഒറ്റയ്ക്കങ്ങ് പോയാൽ ശരിയാവില്ലല്ലോ, ആദ്യം അമ്മയുടെ മുടി ഒന്ന്, അപ്പോൾ നോക്കുമ്പോൾ മുടി ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ്, കുളിച്ചിട്ട് നനഞ്ഞ മുടിയാണ് അമ്മയുടെ ആദ്യം ഈ മുടി ഒന്ന് വിരിച്ചിടട്ടെ എന്നിങ്ങനെ പറയുമ്പോൾ അമ്മ പറയണേ, വേണ്ട മോളെ, അത് കുറച്ച് നേരം കൂടി ഇങ്ങനെ ഇരിക്കട്ടെ, നീ പെട്ടെന്ന് പോയി റെഡി ആവാൻ നോക്ക്, ബാലൻ പോവാനായിട്ട് ഒരുങ്ങിയിട്ടുണ്ടാവും, നീ പെട്ടെന്ന് ചെല്ലുമോളെ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ദേവി പറയുകയാണ്, അമ്മേ അത് പോവാം അമ്മേ, ഞാനുണ്ടല്ലോ ഇന്നലെ രാത്രിയിൽ നല്ല 1 തരം ഇഡ്ഡലിക്ക് ആട്ടി മാവ് പുളിപ്പിച്ച് വെച്ചിട്ടുണ്ട്, നന്നായിട്ട് നമുക്ക് നല്ലൊരു പഞ്ഞി പോലത്തെ ഇഡ്ഡലി ഉണ്ടാക്കി തരാം, അത് കഴിച്ചിട്ട് പോയാൽ പോരെ എന്നിങ്ങനെ പറയുകയാണ് ദേവി. അപ്പോൾ നമ്മുടെ അമ്മ പറയുന്നത്, ഈ പെണ്ണിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. അതിനുശേഷം അമ്മ പറയാണ്, മോളെ നീ ആദ്യം ഒരു കാര്യം ചെയ്യ്, ഈ ചായ ബാക്കിയുള്ളത് കൊണ്ടുവന്ന് തണുത്ത് പോവാതെ ബാക്കിയുള്ളവർക്ക് കൊടുക്ക് എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ ദേവി നേരെ ചായയായിട്ട് ചെല്ലുകയാണ്. നോക്കുമ്പോഴത്തേക്കിന് നമ്മുടെ
ചായ ആയിട്ട് ചെല്ലുകയാണ്, നമ്മുടെ ബാലൻ്റെ മുറിയിലേക്ക് ചെല്ലുകയാണ്. നോക്കുമ്പോഴത്തേക്ക് ബാലൻ എന്ത് ചെയ്യുന്നു, ബാലൻ ഷർട്ടൊക്കെ ഇട്ട് ഒരുങ്ങി റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഉടനെ ദേവി പറഞ്ഞു, ആഹാ ബാലേട്ടൻ ഉറക്കം എണീച്ചോ, ഇത് എപ്പോൾ എണീച്ചു, ബാലേട്ടൻ അതിനവച്ച് റെഡി ആവുകയും ചെയ്തോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ബാലൻ ചിരിക്കുകയാണ്. അപ്പോൾ ദേവി പറയുകയാണ്, ഇന്നലെ ബാലേട്ടൻ ഒരുപാട് താമസിച്ചാണല്ലോ വീട്ടിൽ വന്നത്, അപ്പോൾ ഞാൻ കരുതി ബാലേട്ടൻ ഇപ്പോഴൊന്നും റെഡി ആവില്ലെന്നാണ്. ഇതിനമ്മച്ച് ഇത് എപ്പോൾ സംഭവിച്ചു, എപ്പോഴാണ് എണീച്ച് പോയി കുളിച്ചൊരുങ്ങി റെഡി ആയത് എന്നൊക്കെ ഇങ്ങനെ ദേവി ചോദിക്കുകയാണ്. അപ്പോൾ ബാലൻ പറയുകയാണ്, എൻ്റെ ദേവി, ഇന്നലെ തന്നെ ഞാൻ ചെന്നപ്പോഴത്തേക്ക് ബാലനും ലക്ഷ്മിയമ്മച്ചിയും കൂടി ഇനി പറയാൻ പരാതികളൊന്നും വച്ചിട്ടില്ല. നിന്നെ കൊണ്ടു ചെല്ലാത്തതിൻ്റെ പേരിൽ കുറേ കേട്ടു ഞാൻ. എനിക്കല്ലേ അറിയാവൂ നീ മനഃപൂർവ്വം വരാത്തതാണെന്ന്. പക്ഷേ സേതുവിനറിയാം നീ മനഃപൂർവ്വം വരാത്തതാണെന്ന്. അതുകൊണ്ടേ സേതു എന്നോട് പ്രത്യേകം പറഞ്ഞത് എന്താണെന്നറിയാമോ, ഇന്ന് രാവിലെ തന്നെ നിന്നെയും കൂട്ടി ചെല്ലാനാണ്. നീ ഇങ്ങനെ താങ്ങിയും തൂങ്ങിയും നിൽക്കരുത്, നീ പെട്ടെന്ന് പോയി റെഡിയാവ് എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം ബാലൻ പറയാണ്, സേതു കാര്യം നിൻ്റെ സഹോദരനായിരിക്കും, പക്ഷെ അവൻ എൻ്റെ കളിക്കൂട്ടുകാരനാണ്. അതുകൊണ്ട് അവൻ്റെ വീട്ടിലൊരു കാര്യം നടന്നാലുണ്ടല്ലോ, നിൻ്റെ കുടുംബക്കാരെന്നുള്ള രീതിയിലല്ല ഞാൻ പോകുന്നത്. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പോവേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഇനി അവൻ്റെ വായിരിക്കുന്നത് മുഴുവനും ഞാൻ കേൾക്കേണ്ടി വരും. അതുകൊണ്ട് നീ പെട്ടെന്ന് പോയി റെഡി ആവ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ദേവി പറയണേ, ബാലേട്ട റെഡി ആവാം, ഞാൻ ആദ്യം ഈ ചായയൊക്കെ കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുക്കട്ടെ, ബാലേട്ടനൊന്ന് സമാധാനപ്പെട്ടിരിക്കെ. അപ്പോൾ ബാലൻ ചോദിക്കുകയാണ്, അമ്മ എഴുന്നേറ്റോ ദേവി? അമ്മ എഴുന്നേറ്റു ബാലേട്ട, അമ്മ മുറിയിലുണ്ട്. എങ്കിൽ ഞാൻ അമ്മയെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് ചായക്കപ്പും കൊണ്ട് നേരെ ബാലൻ അമ്മയുടെ മുറിയിലേക്ക് പോവുകയാണ്. അമ്മയുടെ മുറിയിലേക്ക് പോകുമ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് അമ്മ അവിടെ ഇങ്ങനെ ഇരുന്ന് ചായ കുടിക്കുകയാണ്. അപ്പോൾ ബാലനെ കാണുമ്പോഴത്തേക്ക് അമ്മ ചായക്കപ്പ് ബാലൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറയണം, ബാല ഈ കപ്പ് അങ്ങോട്ട് വെച്ചേക്ക് എന്നിങ്ങനെ പറയണം. അങ്ങനെ ബാലൻ ചായക്കപ്പ് വാങ്ങിച്ച് അങ്ങോട്ട് വെക്കുകയാണ്. എന്നിട്ട് ചോദിക്കണം, അമ്മ എഴുന്നേറ്റിട്ട് കുറേ നേരമായോ എന്നിങ്ങനെ ബാലൻ ചോദിക്കുകയാണ്. അപ്പോൾ അമ്മ പറയണം, അതേ മോനെ, വെളുപ്പിന് തന്നെ ദേവി വന്ന് എഴുന്നേൽപ്പിച്ചു, എന്നെ പല്ല് തേപ്പിച്ച് കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇവിടെ കൊണ്ടിരുത്തി, ഇപ്പോൾ ചായയും ഇട്ടുകൊണ്ട് തന്നു എന്നിങ്ങനെ പറയുകയാണ്. അവളുടെ അമ്മയുടെ ഷഷ്ടിപൂർത്തിക്ക് പോകാനുള്ള വെപ്രാളത്തിൽ അവൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ബാലൻ പറയാണ്, അതേ അമ്മ, ഞാൻ അവളോട് പറഞ്ഞതാണ് ഒന്നും ചെയ്യണ്ട, നേരെ അങ്ങ് പോവാമെന്ന് പറഞ്ഞപ്പോൾ അവൾക്കാണ് നിർബന്ധം, ചായയൊക്കെ കുടിച്ചിട്ട് മെല്ലെ പോവാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഞാൻ അതിനകത്ത് നിൽക്കില്ല, കാരണം എന്നെ കാണുമ്പോൾ അവരൊക്കെ എന്നോടായിരിക്കും പരാതി പറയുന്നത്, ദേവിക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല എന്നൊക്കെ ഇങ്ങനെ ബാലൻ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ലക്ഷ്മിയമ്മ പറയണം, ബാല, അവളായതുകൊണ്ട് അവളുടെ കുടുംബത്തെ പോലും മറന്ന് അവൾ നമുക്ക് വേണ്ടിയല്ലേ ബാല ജീവിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ലക്ഷ്മിയമ്മ പറയുകയാണ്. അപ്പോൾ അതിനുശേഷം ലക്ഷ്മിയമ്മ പറയുകയാണ്, ശരിയാണ്, ദേവിയെ ഈ വീട്ടിൽ വിവാഹം കഴിച്ചുകൊണ്ട് വന്നതിന് ശേഷം ശരിക്കും അവളുടെ വീട്ടുകാരെ പോലും മറന്ന മട്ടാണ്, നമുക്ക് വേണ്ടിയിട്ടാണ് അവൾ ജീവിക്കുന്നത് മുഴുവനും. പിന്നെ ഒരു കണക്കിന് ദേവി പറയുന്നത് ശരിയാണ്, അവൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ പിന്നെ ഈ വീട്ടിൽ മറ്റാരാ ബാല ഉള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ദേവിയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്തുണ്ടല്ലോ നമ്മുടെ ദേവി നേരെ കപ്പിൽ ചായയായിട്ട് ഇങ്ങനെ പോവുകയാണ്. നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ കണ്ണൻ്റെ മുറിയിൽ നമ്മുടെ കണ്ണ ഇങ്ങനെ കമഴ്ന്ന് കിടക്കുകയാണ്. കണ്ണാന്ന് വിളിച്ചിട്ടാണ് നമ്മുടെ ദേവി അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. കണ്ണൻ ഇങ്ങനെ മേശപ്പുറത്ത് ഇങ്ങനെ മുഖം കുനിച്ച് വെച്ചിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ദേവി ചോദിക്കുകയാണ്, ആഹാ കൊള്ളാലോ, കുഴിമടിയാ, നീ പഠിക്കുന്നെന്ന് പറഞ്ഞിരുന്നു ഉറങ്ങുകയാണല്ലേടാ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ കണ്ണൻ പറയണം, അല്ല ഏട്ടത്തി, അല്ല, ഞാൻ ഉറങ്ങിയൊന്നുമല്ല, പിന്നെ നീ എന്ത് ചെയ്യായിരുന്നു? അത് ഏട്ടത്തി, അത് ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ കമഴ്ന്ന് കിടന്ന് ഇങ്ങനെ കണ്ണൊക്കെ അടച്ച് വെച്ചിട്ടിരുന്ന് ഓർത്തെടുക്കുകയായിരുന്നു എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ദേവി പറയണം, ദേ കണ്ണാ, ഇതാ നിനക്കുള്ള പാല് കൊണ്ടുവന്നിട്ടുണ്ട്, ഇതാ പാല് കുടിക്ക് എന്ന് പറഞ്ഞിട്ട് കണ്ണൻ ഇളയക്കുട്ടിയായിട്ട് പാലാട്ടോ കൊടുക്കുന്നത്. അങ്ങനെ കണ്ണന് പാല് കൊടുക്കുകയാണ്. അപ്പോൾ കണ്ണൻ താങ്ക്സ് ഏട്ടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ദേവി പറയണ, നിൻ്റെ ഒരു താങ്ക്സ്, ദേ മര്യാദയ്ക്ക് സപ്ലിമെൻ്ററി ഒക്കെ പെട്ടെന്ന് എഴുതിയെടുത്തോ, അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിരുന്ന് പഠിക്ക്. നിനക്ക് മാർക്ക് ഇത്തവണയും പൊട്ടിയാലുണ്ടല്ലോ നിൻ്റെ ഏട്ടൻ നിന്നെ ശരിയാക്കും എന്നൊക്കെ പറയുകയാണ്. പിന്നീട് നിനക്ക് മാർക്ക് ഇനി കുറയുകയാണെങ്കിലുണ്ടല്ലോ നിൻ്റെ ഈ പാലുകൂടി അങ്ങ് കട്ട് ചെയ്തിട്ട് പിന്നെ നിനക്ക് വെറും കട്ടൻ കാപ്പിയേ കിട്ടത്തുള്ളൂ എന്നൊക്കെ പറയുകയാണ് ദേവി. അതിനുശേഷം ദേവി അങ്ങ് പോവുകയാണ്. അപ്പോഴത്തേക്ക് ദേവി പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ജന്നാലയിൽ കൂടെ കാണുകയാണ് നമ്മുടെ ശിവൻ കുളി കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ ഇങ്ങനെ അയയിൽ ഇരിക്കുന്നത് നമ്മുടെ കണ്ണൻ കാണുകയാണ്. അപ്പോൾ കണ്ണൻ നോക്കിയിട്ട് പറഞ്ഞു, ഉറക്കം എഴുന്നേറ്റ് കുളിയും കഴിഞ്ഞ് വന്നോ ദുർവാസാവ് എന്നിങ്ങനെ പറയണം. കാരണം ശിവന് പെട്ടെന്ന് ദേഷ്യം വരും, അതുകൊണ്ടാണ് ദുർവാസാവെന്ന് നമ്മുടെ കണ്ണൻ പറയുന്നത്.
അങ്ങനെ അതിന് ശേഷമെന്ന് വെച്ചാൽ നമ്മുടെ ശിവൻ അകത്തേക്ക് കയറി വരുമ്പോൾ നമ്മുടെ ദേവി പറയണ, ആ ശിവ, ചായ കുടിക്കാൻ വാ മോനെ എന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ ശിവൻ പറയണ, ഇല്ല ഏട്ടത്തി, സമയമില്ല, പെട്ടെന്ന് പോകണം എന്നിങ്ങനെ പറയുകയാണ്. പിള്ളമാമ ഇപ്പം എപ്പോഴേ കടയിൽ വന്നിട്ടുണ്ടാവും, ഞാൻ പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ, ആ ശിവ, നിൻ്റെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം. കട കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് പ്രാന്താണ്, നീ പിന്നെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ എൻ്റെ അമ്മയുടെ ഷഷ്ടിപൂർത്തിയുടെ കാര്യം നിനക്കറിയാമല്ലോ. സേതുവേട്ടൻ ഇവിടെ വന്ന് എല്ലാവരെയും വിളിച്ചതാണ്, നീ വന്നില്ലെങ്കിലുണ്ടല്ലോ എന്നൊക്കെ പറയുകയാണ് നമ്മുടെ ദേവി. എന്നിട്ട് അപ്പോൾ ശിവൻ പറയണ, ഏട്ടത്തി ആ താക്കോലിങ് കൊണ്ടുതരാൻ പറയുകയാണ്. കടയിലെ കൃഷ്ണ സ്റ്റോഴ്സ് എന്ന് പറയുന്ന ഒരു പലചരക്ക് വ്യാപാര കടയുണ്ട്. ആ കടയിലെ വരുമാനത്തിലാണ് ഇവരൊക്കെ ജീവിക്കുന്നത്, ഒരു മൊത്തക്കടയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ശിവൻ പറയുകയാണ്, ഏട്ടത്തി ആ താക്കോല് കൊണ്ട് കൊടുക്കാൻ പറയുകയാണ്. അപ്പോൾ ദേവി പറയുകയാണ്, മോനെ പൂജാമുറിയിൽ ഇരിപ്പുണ്ട്, നിനക്ക് പോയി എടുത്തൂടെ ശിവ എന്ന് പറയണം. അപ്പോൾ ശിവൻ പറയുകയാണ്, ഞാൻ പോയി എടുത്തു കഴിഞ്ഞാൽ ഏട്ടത്തിയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ഐശ്വര്യം ഉണ്ടാവില്ലല്ലോ ഏട്ടത്തി പോയി എടുത്തുകൊണ്ട് വാ എന്നിങ്ങനെ പറയണം. അങ്ങനെ നമ്മുടെ ദേവി പൂജാമുറിയിൽ ചെന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് താക്കോൽ എടുക്കുകയാണ്. എന്നിട്ട് ആ താക്കോൽ കൊണ്ടുവന്ന് നമ്മുടെ ശിവൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ശിവൻ തൊഴുതുകൊണ്ട് ആ താക്കോല് മേടിച്ചിട്ട് പോയിട്ട് വരട്ടെ ഏട്ടത്തി എന്നും പറഞ്ഞിട്ട് നമ്മുടെ ശിവൻ ഇറങ്ങി പോവുകയാണ്. ആ സമയത്തിന് നമ്മുടെ ഹരി വരികയാണ്. ഹരി വന്നിട്ട് ചോദിക്കുകയാണ്, ഏട്ടത്തി ആ തമ്പിസാറിന് കൊടുക്കാനുള്ള കാശ് കിട്ടിയില്ല, അത് കിട്ടിയിരുന്നെങ്കിൽ അയാൾക്ക് കൊണ്ട് കൊടുക്കായിരുന്നു, ഏട്ടൻ നേരത്തെ കൊണ്ട് കൊടുക്കണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞതാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ദേവി പറയുകയാണ്, ആ മോനെ, കാശ് ഞാൻ വാങ്ങിച്ചിട്ട് തരാം, പക്ഷേ ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് നേരെ ദേവി നമ്മുടെ ബാലൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ദേവി കാര്യം പറയുകയാണ്, ഹരിക്ക് ഇതുപോലെ കാശിൻ്റെ കാര്യം ഹരി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ബാലൻ പറയാണ്, ആ ദേവി, അതൊരു 15,000 രൂപയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബാലൻ കാശെടുത്ത് ദേവിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. ദേവി ആ കാശ് കൊണ്ടുവന്ന് നമ്മുടെ ഹരിയെ വിളിച്ചിട്ട് ഹരിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. അപ്പോൾ ഹരി ആ ദേവി കൊണ്ട് കൊടുക്കുമ്പോൾ ഉടനെ തന്നെ ഹരി ആ പൈസ മേടിച്ചിട്ട് പോക്കറ്റിൽ വെക്കുന്ന സമയത്തിന് ദേവി പറയുകയാണ്, എന്താ ഹരി, പൈസ എണ്ണി മേടിക്കണമെന്ന് ഞാൻ പലപ്പോഴും നിന്നോട് പറഞ്ഞില്ലേ, നീ എന്താ പൈസ എണ്ണി മേടിക്കാത്തത്? അത് ഏട്ടത്തി എണ്ണി നോക്കിയിട്ടല്ലേ എൻ്റെ കയ്യിൽ തരുന്നത്, ഇനി പ്രത്യേകിച്ച് എന്താ നോക്കാൻ? അങ്ങനെ അല്ല ഹരി, പൈസ ആര് തന്നാലും എണ്ണി നോക്കിയേ മേടിക്കാവൂ, അത് ഞാനായാലും ബാലേട്ടനായാലും ആരായാലും. അങ്ങനെ ഉത്തരവ് എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഹരി പൈസ എണ്ണി നോക്കുകയാണ്. അതിനുശേഷം ഹരി പോക്കറ്റിൽ വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ അതിനുശേഷം എന്ന് വെച്ചാൽ നമ്മുടെ കാണിക്കുന്നത് ഒരു സൈക്കിളാണ്. സൈക്കിൾ ഇങ്ങനെ പോവുകയാണ്. നമ്മുടെ ഒരു മധ്യവയസ്കനായ ഒരാൾ സൈക്കിൾ ചവിട്ടിക്കൊണ്ട് ഇങ്ങനെ പോവുകയാണ്. എന്നിട്ട് നമ്മുടെ കൃഷ്ണ സ്റ്റോഴ്സിലേക്ക് ചെല്ലുകയാണ്. നോക്കുമ്പോൾ നമ്മുടെ ശിവനെയാണ് പിന്നീട് കാണിക്കുന്നത്. ഈ പറയുന്ന ഈ മധ്യവയസ്കൻ ആരാണെന്ന് വെച്ചാൽ പിള്ളമാമനാണ്. പുള്ളിക്കാരൻ്റെ പേര് പിള്ളമാമൻ എന്നാണ്. അതായത് ബാലൻ്റെ അച്ഛൻ്റെ സുഹൃത്തായിരുന്നു. അവർ കുട്ടിക്കാലം മുതൽക്കേ ഉള്ള ചങ്ങാതിമാരായിരുന്നു. ബാലൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം ആ കടയിൽ നമ്മുടെ ബാലനോടൊപ്പം കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. അദ്ദേഹമാണെങ്കിൽ വിവാഹമൊന്നും കഴിച്ചിട്ടില്ല. അങ്ങനെയാണ് അവരുടെ കാര്യം. അപ്പോൾ അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ ശിവൻ നേരെ ചെന്നിട്ട് കൃഷ്ണ സ്റ്റോഴ്സ് ഒക്കെ തുറന്നിട്ട് അവിടെ ഇരിക്കുന്ന വലിയ വലിയ ചാക്ക് കെട്ടുകളൊക്കെ ഇങ്ങനെ മുതുകിൽ ചുമന്ന് എടുത്ത് കടയുടെ ഫ്രണ്ട് ഭാഗത്തേക്കൊക്കെ കൊണ്ടുവയ്ക്കുകയാണ്. ഓരോരോ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയും തിരിച്ചുമൊക്കെ നമ്മുടെ ശിവൻ വയ്ക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ പിള്ളമാമ അങ്ങോട്ട് കടയിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പിള്ളമാമൻ നമ്മുടെ നമ്മുടെ കൃഷ്ണൻ എന്നാണ് നമ്മുടെ ശിവൻ്റെയൊക്കെ അച്ഛൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ വലിയൊരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. ആ ഫോട്ടോയ്ക്ക് മുന്നിൽ ദീപമൊക്കെ തെളിച്ചിട്ട് പ്രാർത്ഥിക്കുകയാണ്, എടാ കൃഷ്ണ, നീ ഇല്ലാതായിപ്പോയല്ലോടാ മുന്നിൽ, എല്ലാം നീ കാണുന്നുണ്ടല്ലോ, നിൻ്റെ അനുഗ്രഹം എപ്പോഴും ഈ കുട്ടികൾക്ക് ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശിവൻ ചോദിക്കുകയാണ്, ഇന്ന് അച്ഛനോട് എന്താണ് പ്രാർത്ഥിച്ചത് പിള്ളമാമ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പിള്ളമാമൻ പറയുകയാണ്, അത് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ ഈ കടയും സ്ഥാപനങ്ങളും എല്ലാം ഞാൻ കാണുന്നുണ്ട്, നിങ്ങളെ എല്ലാവരെയും ഞാൻ എൻ്റെ കണ്ണിൽ കാണുന്നുണ്ട്, അത് എൻ്റെ കണ്ണിൽ കൂടി കൃഷ്ണനും ഈ എല്ലാ കാഴ്ചകളും കാണും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. പിള്ളമാമൻ എന്തൊക്കെയോ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ശിവൻ ചോദിക്കുകയാണ്, അതെന്താ പിള്ളമാമ അങ്ങനെ? അതല്ല, കൃഷ്ണൻ്റെ മൂത്ത മരുമകളായ ദേവിയെ കൃഷ്ണന് കാണാൻ പറ്റിയിട്ടില്ലല്ലോ, പക്ഷേ കൃഷ്ണൻ കാണുന്നുണ്ടെന്നാലും എൻ്റെ ഈ കണ്ണുകളിലൂടെ. അതുപോലെ തന്നെ നിൻ്റെ ഭാര്യയെയും ഹരിയുടെ ഭാര്യയെയും കണ്ണൻ്റെ ഭാര്യയെയും നിങ്ങളെല്ലാവരും ഭാര്യമാരും ചെറുമക്കളല്ല, നിങ്ങൾക്കൊക്കെ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ആ കുട്ടികളെയും നിങ്ങളുടെ ഭാര്യമാരെയും എല്ലാവരെയും ഈ കൃഷ്ണ
പ്രശ്നം കാണും എൻ്റെ കണ്ണുകൊണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ശിവൻ ചോദിക്കണം, അപ്പോൾ പിള്ളമാമ ഈ അടുത്ത കാലത്തങ്ങ് മരിക്കാൻ പോണില്ലേ എന്നിങ്ങനെ ചോദിക്കണം. എന്താടാ ചെക്ക, നിനക്ക് എന്നെ കൊന്നിട്ട് ഞാൻ മരിക്കുമ്പോൾ നിനക്ക് എന്ത് കിട്ടാനാണ്, ദേ ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പിള്ളമാമൻ പറയുകയാണ്. അങ്ങനെ അവർ തമ്മിൽ ജോക്കൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് പിള്ളമാമൻ പറയണേ, എടാ ശിവ, നീ ഇങ്ങനെ താങ്ങിയും തൂങ്ങിയും നിന്നാൽ പറ്റത്തില്ല. നിനക്ക് കടയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രാന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിൻ്റെ പ്രാന്തും കൊണ്ട് നീ ഇങ്ങനെ നിൽക്കാതെ നീ എത്രയും പെട്ടെന്ന്, ദേവിയുടെ അമ്മയുടെ ഷഷ്ടിപൂർത്തിയല്ലേ ഇന്ന്, ദേവി ആഗ്രഹിച്ച് വിളിച്ചതുമാണ്, അതുകൊണ്ട് നീ പെട്ടെന്ന് എന്നെ ഇവിടെ ഇങ്ങനെ നിൽക്കാതെ നീ വേഗം അവിടെ പോകാനുള്ളത് നോക്ക് എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം നമ്മുടെ പുള്ളമാവൻ പറയാണ്, കടയിലെ കാര്യം ഓർത്ത് നീ വിഷമിക്കുകയൊന്നും വേണ്ട, കടയിലെ കാര്യമൊക്കെ ഡീൽ ചെയ്യാൻ എനിക്ക് പറ്റും, നീ വേഗം അവിടെ പോകാൻ നോക്ക് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, പോവാൻ പിള്ളമാമ, അതിന് ഇനി സമയമുണ്ടല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് നോക്കുമ്പോൾ കസ്റ്റമർ വരികയാണ്. അങ്ങനെ നമ്മുടെ ശിവൻ പഞ്ചസാരയൊക്കെ തൂക്കി കൊടുക്കാനായിട്ട് പോവുകയാണ്. അതേ സമയത്ത് നമ്മുടെ ദേവിയാണെങ്കിൽ അമ്മയെ വീൽ ചെയറിൽ ഉരുട്ടിക്കൊണ്ട് വരികയാണ്. എന്നിട്ട് അടുക്കളയിൽ അടുക്കളയിലെല്ലാം ഭക്ഷണം കഴിക്കുന്നിടത്ത് കൊണ്ടുവന്നിട്ട് കൈ പൈപ്പിൻ്റെ മുട്ടിൽ കൊണ്ടുവന്ന് ഇങ്ങനെ വാഷ് ബേസിൽ കൊണ്ടുപോയി കൈ കഴുകിക്കുകയാണ്. അതിനുശേഷം അമ്മയെ വീൽ ചെയറിൽ വെച്ച് തന്നെ ഉരുട്ടിക്കൊണ്ടുവന്ന് ഡൈനിങ് ടേബിളിൻ്റെ മുന്നിൽ കൊണ്ടിരുത്തുകയാണ്. എന്നിട്ട് അമ്മയ്ക്ക് ഭക്ഷണങ്ങളൊക്കെ എടുത്തു കൊടുക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ഹരിയും കണ്ണനും അതുപോലെ തന്നെ നമ്മുടെ ബാലനും എല്ലാവരും കൂടി വരികയാണ്. അങ്ങനെ എല്ലാവരും കൂടി വന്നിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ദേവി എല്ലാവർക്കും ഇഡ്ഡലിയും സാമ്പാർ ചട്നിയൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ദേവി പറയുകയാണ്, അപ്പോൾ ദേവി പറയാണ്, കണ്ണാ, ഇതെന്താടാ കണ്ണാ നീ 2 ആക്കി വെച്ചിരിക്കുന്നത്, നീ എന്താ ഡയറ്റിലാണോ? അങ്ങനെ ഇപ്പോൾ ഡയറ്റൊന്നും ചെയ്യണ്ട, നീ അങ്ങോട്ട് മര്യാദയ്ക്ക് വയറ് നിറച്ച് ആഹാരം കഴിച്ചേ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ കണ്ണൻ പറയാണ്, വേണ്ട ഏട്ടത്തി, ഞാൻ മനഃപൂർവ്വം തന്നെയാണ് 2 എടുത്തത്, എൻ്റെ വയറ് വീർത്ത് കഴിഞ്ഞാലേ ഏട്ടത്തിയുടെ വീട്ടിൽ വന്നിട്ട് ചിക്കൻ ബിരിയാണിയൊക്കെ എനിക്ക് കഴിക്കാനുള്ളതല്ലേ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ നമ്മുടെ ഹരി പറയാണ്, എടാ ചിക്കൻ ബിരിയാണിയൊന്നും ഇല്ലടാ, ഷഷ്ടിപൂർത്തിക്ക് ആരെങ്കിലും ചിക്കൻ ബിരിയാണി വയ്ക്കുമോ? എടാ ചിക്കൻ ബിരിയാണിയൊന്നും വെക്കത്തില്ല, അവിടെ നോൺ വെജ് ഒന്നും ഉപയോഗിക്കത്തില്ല, വെജ് എല്ലായിടത്തും ഉപയോഗിക്കൂ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ കണ്ണൻ ചോദിക്കുകയാണ്, ആണോ ഏട്ടത്തി, ഇറച്ചിയൊന്നും കാണില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ ദേവി പറയണേ, ഇല്ലട കണ്ണ, ഷഷ്ടിപൂർത്തിക്കൊക്കെ ആരെങ്കിലും ഇറച്ചിയൊക്കെ വെക്കുമോ, സദ്യയല്ലേ നടത്തുകൊള്ളടാ എന്നിങ്ങനെ പറയുകയാണ്. അയ്യോ, എങ്കിൽ ഞാൻ വരില്ലായിരുന്നു, ഞാൻ കോളേജിൽ പോകത്തേ ഉള്ളായിരുന്നു, ഞാൻ ഇത്തിരി ചിക്കനൊക്കെ കടിച്ച് കുറച്ച് തിന്നാമെന്ന് പറഞ്ഞല്ലേ വരാനായിട്ടിരിക്കുന്നത്. അപ്പോൾ ദേവി പറയുകയാണ്, മോനെ നീ വിഷമിക്കേണ്ട, അവിടുന്ന് വന്നതിന് ശേഷം ഏട്ടത്തി നിനക്ക് ഇഷ്ടമുള്ള ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി തരാം കേട്ടോ എന്നിങ്ങനെ ദേവി പറയുകയാണ്. അങ്ങനെ നമ്മുടെ കണ്ണൻ ഹാപ്പി ആവുകയാണ്. അപ്പോൾ ബാലൻ ചോദിക്കുകയാണ്, നീ എന്താ ദേവി ഇങ്ങനെ നിൽപ്പിൽ നിൽക്കുന്നത്, നിനക്കെന്താ പോകണമെന്നൊന്നും ഇല്ലേ, നീ ഇത്രയും നേരമായിട്ട് ഒരുങ്ങിയില്ലല്ലോ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ദേവി പറയണേ, എനിക്ക് ഒരുങ്ങാൻ എന്താ ബാലേട്ട സമയം, എനിക്ക് സാരി മാറിയാൽ മതിയല്ലോ എന്നിങ്ങനെ പറയണം. അപ്പോൾ ബാലൻ പറയണേ, എന്നാൽ നീ പോയി സാരി മാറ്, അതൊക്കെ മാറാം ബാലേട്ടാ, നിങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കേ, അമ്മേ നിറച്ച് കഴിക്കേ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ബാലൻ പറയാണ്, അമ്മേ അപ്പുറത്ത് സർല ചേച്ചിയെ വിളിച്ച് അമ്മയ്ക്ക് കൂട്ടിയിരുത്താൻ പറയാം അല്ലേ എന്നിങ്ങനെ പറയണം. അപ്പോൾ ദേവി പറയണം, അതൊന്നും വേണ്ട, അമ്മയെ അങ്ങനെ ആരെയും കൂട്ടിയിരുത്തി ഞാൻ വരുന്നില്ല, അമ്മയെ കൂടി നമ്മൾ പോകുന്നിടത്ത് കൊണ്ടുപോകുന്നു. അപ്പോൾ ബാലൻ ചോദിക്കുകയാണ്, അത് ശരിയാവില്ല ദേവി, അമ്മ ഇവിടെ നിൽക്കട്ടെ, അമ്മയെ കൊണ്ടുപോകണ്ട. അതെന്താ ശരിയാവാത്തത്, സേതുവട്ടം ഇവിടെ വന്നപ്പോൾ അമ്മയെ പ്രത്യേകം വിളിച്ചതാണല്ലോ, അമ്മയും കൊണ്ടേ പോകുന്നുള്ളൂ, ബാലേട്ടൻ കൂടുതലൊന്നും പറയണ്ട എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ അമ്മയാണെങ്കിൽ ഇങ്ങനെ ഒന്നും മിണ്ടാണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാലൻ ചോദിക്കുകയാണ്, എന്താ അമ്മയും വരുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അമ്മ പറയുകയാണ്, ഞാൻ എന്ത് ചെയ്യാനാ ബാല, ഇവക്ക് ഒരേ നിർബന്ധം, ഞാനും കൂടെ വരണമെന്ന്. അപ്പോൾ ദേവി പറയണ, എൻ്റെ ബാലേട്ടാ, ഈ വീട്ടിൽ നമ്മൾ 5 പേരുടെ മുഖം മാത്രം എന്നും കണി കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഈ അമ്മ, രാവും പകലും മുഴുവനും നമ്മളെ മാത്രം കാണുകയല്ലേ, നമ്മളെ കൂടാതെ ഒരു ലോകം കൂടി ഉണ്ടെന്ന് അമ്മ കൂടി അറിയട്ടെ, അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ വല്ലപ്പോഴും അങ്ങോട്ടോ പുറത്തോട്ടൊക്കെ ഇറങ്ങണമെന്ന്. അപ്പോൾ ബാലൻ പറയാണ്, എൻ്റെ ദേവി, വയ്യാതിരിക്കുകയല്ലേ അമ്മയ്ക്ക് എന്ത് വയ്യായിക, അമ്മയ്ക്ക് ഒരു വയ്യായികയും ഇല്ല, നമ്മൾ അമ്മയെ കൊണ്ടുപോകുന്നു, എൻ്റെ അമ്മയും അമ്മ ചെല്ലുന്നുള്ള സന്തോഷത്തിലായിരിക്കുന്നത്, എന്തായാലും അമ്മയെ കൂട്ടിയിട്ടേ പോകാൻ പറ്റുള്ളൂ എന്നിങ്ങനെ ദേവി കട്ടായം പറയുകയാണ്. അപ്പോൾ നമ്മുടെ ബാലൻ ചോദിക്കുകയാണ്, എടാ ഹരി, എന്താടാ നിൻ്റെ അഭിപ്രായം എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഹരി പറയാണ്, അത് പിന്നെ ഏട്ടത്തി ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അപ്പീലില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ കണ്ണൻ്റെ അഭിപ്രായം എന്താ, അത് ഹരിയേട്ടൻ പറഞ്ഞത് കേട്ടില്ലേ വല്യേട്ടാ, ഏട്ടത്തി പറയുന്നതിന് പിന്നീട് അപ്പീലില്ലല്ലോ
എന്നിങ്ങനെ പറയുകയാണ്. നമ്മുടെ കണ്ണനും പറയണേ, ഏട്ടത്തി ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അപ്പീലില്ലല്ലോ, അങ്ങനെയല്ലേ ഹരിയേട്ടനും പറഞ്ഞത്, അത് തന്നെ എനിക്കും പറയാനുള്ളത് എന്നിങ്ങനെ കണ്ണൻ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ബാലൻ പറയാണ്, നിങ്ങളെല്ലാവരും അല്ലെങ്കിൽ ഏട്ടത്തിയുടെ പക്ഷമല്ലേ, ഏട്ടത്തി പറയുന്നതിനപ്പുറം നിങ്ങൾക്കൊരു വാക്കില്ലല്ലോ എന്നിങ്ങനെ ബാലൻ പറയുകയാണ്. അപ്പം നമ്മുടെ കണ്ണൻ പറയാണ്, അത് നമുക്ക് മാത്രമല്ല ഏട്ടനും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ ബാലൻ ചമ്മിപ്പോവുകയാണ്. അപ്പോൾ ബാലൻ പറയും, മതി മതി വേഗം തിന്നിട്ട് എണീര് എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ അമ്മയും കുനിഞ്ഞിരുന്ന് ചിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം നമ്മുടെ ബാലൻ പറയണേ, എന്താ ദേവി നിനക്ക്, പെട്ടെന്ന് പോയി റെഡിയായിട്ട് വാ എന്നിങ്ങനെ പറയണം. അപ്പോൾ ദേവി പറയണം, എടാ ഹരി, ശിവൻ ഇതുവരെ ആഹാരം കഴിക്കാൻ വന്നിട്ടില്ല, അവനാണെങ്കിൽ ആരോഗ്യത്തിൽ ഒരു ശ്രദ്ധയും ഇല്ല. പട്ടിണിയെങ്കിൽ പട്ടിണി, അവൻ കടയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അവന് പ്രാന്താണ്, അവൻ അങ്ങനെ തന്നെ നിന്ന് കളയും. മോനെ നീ ഒരു കാര്യം ചെയ്യും, ഞാൻ കുറച്ച് ഭക്ഷണം എടുത്ത് തരാം, നീ ആ ഇഡ്ഡലി കൊണ്ടുവന്ന് ശിവന് കൊണ്ട് കൊടുക്ക്, അവന് ചട്നി ഇഡ്ഡലിയും നല്ല ഇഷ്ടമാണ് എന്നിങ്ങനെ പറയണം. അപ്പോൾ നമ്മുടെ ഹരി പറയണം, അത് ഏട്ടത്തി ഞാൻ കൊണ്ട് കൊടുക്കാം, ഏട്ടത്തി എടുത്ത് തന്നാൽ മതി എന്ന് പറയണം. അപ്പോൾ ബാലൻ പറയണം, വേണ്ട വേണ്ട നീ പോണ്ട, ഇവനാണെങ്കിലുണ്ടല്ലോ കടയിൽ കയറി കഴിഞ്ഞാൽ മറ്റവൻ്റെ അപ്പുറമാണ്, പിന്നെ ഇവന് ഭ്രാന്താണ്, ഇവനെ പിന്നെ തിരക്കി വേറെ ആരെങ്കിലും പോവേണ്ടി വരും, അതുകൊണ്ട് ഇവനെ പറഞ്ഞു വിടണ്ട. പിന്നെ ശിവൻ ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ, അവന് വിശപ്പാകുമ്പോൾ അവൻ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചോളും എന്നിങ്ങനെ പറയുകയാണ്. ബാലൻ പറയുകയാണ്. അങ്ങനെ ദേവി ആകെ അസ്വസ്ഥയാവുകയാണ്. അപ്പോൾ ബാലൻ പറയണ, നിൻ്റെ ഈ നിപ്പ് കണ്ടിട്ട് തൻ്റെ ഈ നിപ്പ് കണ്ടിട്ട് താനിപ്പോഴൊന്നും റെഡിയാവുന്ന ഒരു മട്ടില്ലല്ലോ, ഇപ്പം റെഡിയാവാൻ ബാലേട്ട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദേവി നേരെ അടുക്കളയിൽ പോവുകയാണ്. എന്നിട്ട് പെട്ടെന്നൊരു ടിഫിൻ ബോക്സ് എടുക്കുകയാണ്. അതിനകത്ത് ശിവനെ കൊണ്ടുപോകാനുള്ള ഇഡ്ഡലിയും ചട്നിയും സാമ്പാറും ഒക്കെ നിറയ്ക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ബാലൻ പറയാണ്, നോക്കമ്മേ, ഇപ്പോഴും അയാൾ അവിടെയും കണ്ട് ചെന്നിട്ട് താങ്ങിയും തൂങ്ങി നിൽക്കുകയാണ്, ഇപ്പോഴൊന്നും റെഡിയാവുന്ന ഒരു മട്ടുമില്ല. ഞാനങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കുണ്ടല്ലോ സേതുവും അമ്മയും കൂടി ഇനി എൻ്റെ അടുത്തായിരിക്കും പരാതികൾ പറയുന്നത്. ഇന്നലെ തന്നെ അയാൾ ചെല്ലാഞ്ഞതിൽ എല്ലാവർക്കും നല്ല കലിപ്പുണ്ട്, അവർ അപ്പോഴേ എന്നോട് പരാതി പറഞ്ഞതാണ് എന്നൊക്കെ ഇങ്ങനെ ബാലൻ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ലക്ഷ്മി അമ്മച്ചി പറയാണ്, എൻ്റെ ബാല, അവൾ പറയുന്നത് കാര്യമില്ലേ, സത്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇത് തന്നെയല്ലേ ദേവിയുടെ വീട്, ദേവിയുടെ അമ്മയെക്കാളും സഹോദരങ്ങളെക്കാളും എല്ലാവരേക്കാളും പ്രിയം ഈ വീട്ടിലുള്ളവരുടെ തന്നെയാണ്, ശരിക്കും ഇതല്ലേ അവളുടെ വീട് എന്നിങ്ങനെ നമ്മുടെ ലക്ഷ്മി അമ്മച്ചി പറയുകയാണ്. ഇതിങ്ങനെ നമ്മുടെ ദേവി അടുക്കളയിൽ നിന്ന് കേൾക്കുകയാണ്. അങ്ങനെ നമ്മുടെ ദേവിയുടെ മനസ്സ് നിറയുകയാണ്. അങ്ങനെ നമ്മുടെ ദേവിയുടെ കണ്ണൊക്കെ നിറഞ്ഞു പോവുകയാണ് അമ്മയോടുള്ള ആ ഒരു വാത്സല്യവും അമ്മയോടുള്ള ആ കരുതലൊക്കെ കേട്ടിട്ട്. അങ്ങനെ ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ സാന്ത്വനം സീരിയലിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് കഴിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടവർ തീർച്ചയായും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കണം. ഇനിയും ഒരു കാര്യം പ്രത്യേകിച്ച് പറയട്ടെ, ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ട് പിന്നെ ചെയ്യാമെന്നും കരുതി ഇരിക്കുന്നവരുണ്ടെങ്കിലും ഒന്ന് പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇനി ഈ സാന്ത്വനം സീരിയലിൻ്റെ 2ാമത്തെ എപ്പിസോഡുമായിട്ട് ഞാൻ പറന്നു വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബായ്.